BJP യാത്ര തുടങ്ങുകയാണ്. ഇന്നല്ലേ? അതെ, കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയ്ക്ക് ഇന്ന് കാസർഗോഡ് തുടക്കമാവുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സംഘടനയെ സജ്ജമാക്കുകയാണ് യാത്രയുടെ ലക്ഷ്യം. ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്താണ് യാത്ര ഉദ്ഘാടനം ചെയ്യുന്നത്. നേരത്തെ JP നഡ്ഡ ഉദ്ഘാടനം ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ആള് മാറിയിരിക്കുകയാണ്. ബീഹാർ ഇഷ്യൂല് നഡ്ഡയാണല്ലോ തീരുമാനം അന്തിമമായി പ്രഖ്യാപിക്കേണ്ടത്. പദയാത്രയേക്കാൾ വലിയ നീക്കങ്ങളാണ് അവിടെ നടക്കുന്നത്. അർജുൻ, യാത്ര എത്ര മണിയോടുകൂടിയാണ് തുടങ്ങുന്നത്? ഇപ്പോൾ ഒരു മിനിറ്റ് വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാൻ കേട്ടോ. കാരണം വെച്ചാൽ നഡ്ഡ വരാതിരിക്കുന്നു എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കേരളത്തില് പ്രധാനമന്ത്രി 2 തവണ വന്നു. കേരളം വളരെ പ്രധാനമായിട്ട് കരുതുന്നൊരു സമയത്ത് BJPയുടെ അധ്യക്ഷൻ വരാതിരിക്കുന്നത് നിശ്ചയമായും ബീഹാർ ഒരു പ്രധാനപ്പെട്ട വിഷയമായി വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അർജുനോട് ചോദിക്കാം. അർജുൻ, യാത്ര എപ്പോൾ തുടങ്ങുന്നു? വെരി ഗുഡ് മോർണിംഗ്. യാത്ര കൃത്യം 3 മണിക്ക് തുടങ്ങുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഉദ്ഘാടകനായി പങ്കെടുക്കേണ്ടത് JP നദ്ദ ആയിരുന്നു. നേരത്തെ സൂചിപ്പിച്ച പ്രകാരം ബീഹാറിലെ രാഷ്ട്രീയ നീക്കങ്ങളുടെയൊക്കെ ഭാഗമായിട്ടായിരിക്കണം നദ്ദ കേരളത്തിലേക്ക് എത്താത്തത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് BJP വൃത്തങ്ങളും നമ്മളോട് പറയുകയും ചെയ്തിട്ടുള്ളത്. ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്താണ് ഉദ്ഘാടകനായി പങ്കെടുക്കുന്നത്. യാത്ര 3 മണിക്കാണ് തുടങ്ങുന്നത്. പദയാത്രയായി ഇവിടെ നിന്ന് ഏകദേശം 5 കിലോമീറ്ററോളം തന്നെ ഇവിടുന്ന് സഞ്ചരിക്കുന്നുണ്ട്. യാത്ര സഞ്ചരിച്ച് അവിടെ സമാപന സമ്മേളനം വൈകുന്നേരം 6 മണിക്ക് നടക്കുകയും ചെയ്യും. എന്തായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പിന് BJP നേതൃത്വം നൽകുന്ന NDA മുന്നണി തയ്യാറാവുകയാണ്. NDAയുടെ ഘടകകക്ഷി നേതാക്കൾ എല്ലാവരും തന്നെ ഈ യാത്രയുടെ ഭാഗമായി ഇവിടെ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. യാത്രയുടെ ഒരുക്കങ്ങളെല്ലാം ഇവിടെ ഈ കാസർഗോഡ് നഗരത്തിൽ തന്നെയുള്ള മൈതാനത്ത് തുടങ്ങിക്കഴിയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും BJP സംസ്ഥാന അധ്യക്ഷൻ കൃത്യമായ രീതിയിൽ തന്നെ മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്ന മുദ്രാവാക്യത്തിലാണ് ഇത്തരത്തിൽ ജാഥ സംഘടിപ്പിക്കുന്നത്. കൃത്യമായി നമ്മുടെ പ്രധാനമന്ത്രി കേരളത്തിലെത്തി തൃശ്ശൂരിൽ നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങളിൽ മോദിയുടെ ഗ്യാരണ്ടി എന്ന എടുത്തു പറഞ്ഞ രീതിയിൽ പ്രസംഗം നടത്തിയത് എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യമാണ് ഇത്തരത്തിൽ മോദിയുടെ ഗ്യാരണ്ടി എന്ന രീതിയിലുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. എന്തായാലും 3 മണിക്കാണ് ജാഥയുടെ ഉദ്ഘാടനം നടക്കുക. പദയാത്രയായാണ് ഈ ജാഥ നടക്കുകയും ചെയ്യുന്നത്. ഏകദേശം മേൽപ്പറമ്പ് ഭാഗം വരെ ഏകദേശം കാസർഗോഡ് നഗരത്തിലെല്ലാം ഈ പദയാത്ര നടന്ന് കാൽനടയായി തന്നെ ജനങ്ങളെ കൃത്യമായ രീതിയിൽ കാണുക. പ്രധാനമായും മോദി സർക്കാർ കഴിഞ്ഞ 10 വർഷത്തോളമായി ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തൊട്ടു മുന്നിൽ തന്നെ ദേശീയപാതയുടെ ജോലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളെല്ലാം കൃത്യമായ രീതിയിൽ തന്നെ ഈ കേരളത്തിൽ ഇടതുപക്ഷ സർക്കാരാണ് ദേശീയപാതയുടെ വികസനത്തിന് കാര്യമായ സഹായം നൽകിയിട്ടുള്ളത് എന്ന കാര്യമെല്ലാം പറയുമ്പോൾ കൂടി അത് മോദിയുടെ ഒരു ഉറപ്പായി കേരളത്തിന് ലഭിച്ചതാണെന്ന കാര്യം ഉൾപ്പെടെ സൂചിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അതിന് പുറമെ തന്നെ അയോധ്യ രാമക്ഷേത്രം പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാകും. കേരളത്തിൽ എന്തായാലും 3 സീറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചരണം അല്ലെങ്കിൽ അത്തരത്തിലൊരു തന്ത്രം BJP ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തൃശ്ശൂരാണ്. അപ്പോൾ ഈ ജാഥ തൃശ്ശൂരിലെത്തുമ്പോൾ എന്ത് തരത്തിലുള്ള ഒരു വ്യത്യസ്തതയായിരിക്കും ആ മണ്ഡലങ്ങളിലെല്ലാം സ്വീകരിക്കുക എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന് ജാഥ തുടങ്ങുമെങ്കിലും നാളെ അവധിയാണ്. നാളെ ജാഥ പദയാത്ര മറ്റെവിടെയും നടക്കുന്നില്ല. മറ്റന്നാളാണ് കണ്ണൂരിലേക്ക് ജാഥ പ്രവേശിക്കുക. ഓരോ ലോക്സഭാ മണ്ഡലത്തിലും പദയാത്ര നടത്തുന്നുണ്ട്. നിശ്ചയിക്കപ്പെട്ട സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ നിശ്ചയിക്കപ്പെട്ട കിലോമീറ്ററുകൾ മാത്രമായിരിക്കും ജാഥ നടക്കുക. അവിടെ സമാപന സമ്മേളനവും ഉദ്ഘാടന സമ്മേളനവും എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ടാവുമെന്നതും വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അതിൻ്റെ ഒരു പ്രാരംഭ പ്രവർത്തനത്തിന് BJP നേതൃത്വം നൽകുന്ന NDA മുന്നണി തയ്യാറാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. ശരി, യാത്ര ഇന്ന് തുടങ്ങുന്നു. ഇനി ആരൊക്കെ ആദ്യത്തെ യാത്ര അല്ലേ? തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആദ്യത്തെ യാത്ര BJP ആരംഭിക്കുന്നു. കരുവന്നൂരിലായിരുന്നു ഒടുവിൽ പദയാത്ര കണ്ടത്. അതെ. അതിപ്പോ എനിക്ക് തോന്നുന്നത് ഇത് കഴിഞ്ഞാൽ സുരേന്ദ്രന്റെ ജാഥ പുറപ്പെട്ട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കോൺഗ്രസിന്റെ ജാഥ ആരംഭിക്കും. സമരാഗ്നി. അതെ.